ഏത് ഭാഗത്താണ് ഉയർച്ച കൂടുതൽ മുൻ സമയത്തേക്കാൾ എന്നത് മനസ്സിലാക്കി അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയിൽ ഉണ്ടായിരിക്കുന്നു. അതേസമയം ഇന്ന് തെരച്ചിലിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ ഈ രീതിയിൽ മാറ്റാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. 5ാം ദിവസം എങ്ങനെ നമുക്ക് കാണാം, എവിടെയൊക്കെ തെരച്ചിൽ ഊർജിതമായി നടത്താൻ പറ്റി, എന്തൊക്കെ കണ്ടെത്താൻ പറ്റി? GPR ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ രാവിലെ നടന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ജീവന്റെ തുടിപ്പ് ഒന്നും ലഭ്യമായിട്ടില്ല. ഇനി അങ്ങനെ ഒരു ജീവന്റെ തുടിപ്പിന്റെ ഒരു സാധ്യതയും നമുക്കിനി പറയാനുമാവില്ല. കാരണം ഇനിയും ഒരാൾ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് കരുതാനുമാവില്ല. നാളെ ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ മേഖലകളും അരിച്ചു പെറുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടന്നത്. അത് വളരെ കൃത്യമായി തന്നെ സന്നദ്ധ സംഘടനകളും സൈനികരുമെല്ലാം പരക്കെ 4 സോണുകളായി ചേർന്ന 4 സോണുകളുടെയും പല പല മേഖലകളായി തിരിച്ച് എല്ലാ ഭാഗങ്ങളിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം എന്തെങ്കിലും ഒരു സാധ്യത കണ്ട സ്ഥലങ്ങളിൽ അവിടെ സ്നിഫർ ഡോഗുകൾ ഉപയോഗപ്പെടുത്തി, അത് കഴിഞ്ഞ് ഹിറ്റാച്ചികൾ കൊണ്ടുവന്നു. അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെ ഉഴുതുമറച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ചും മനുഷ്യവാസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വീടുകൾ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 4 സോണുകളായി ഇന്ന് തെരച്ചിൽ നടന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട പുഞ്ചിരിമട്ടത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരിതം ബാധിച്ചതും പുഞ്ചിരിവട്ടം നിവാസികളെയാണ്. ആ ഭാഗങ്ങളിൽ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളം പൂർണ്ണമായിട്ട് തൂർന്നു പോയിരുന്നു. ആ കുളമൊക്കെ ഇന്ന് അരിച്ചു പെറുക്കിക്കൊണ്ട് 2 ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷെ അവിടെയൊന്നും ഒരു ജീവന്റെ സാന്നിധ്യം എന്നല്ല, ഒരു മൃതദേഹം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തെരച്ചിലിന്റെ ഒരു ആകെത്തുക. ഷബീറാണ് ഇന്നത്തെ തെരച്ചിലിന്റെ വിവരങ്ങൾ നൽകിയത്. MS അനീഷ്